കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങി. മാവേലിക്കര രൂപതാ വികാരി ജനറൽ ഫാദർ ജോബ് കല്ലുവിളയിൽ ഉദ്ഘാടനവും ജൂബിലി ലോഗോ പ്രകാശനവും നടത്തി. കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മാവേലിക്കര രൂപതാ വികാരി റവറന്റ് ഫാദർ ജോബ് കല്ലുവിളയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പിതാവെന്താണോ ദർശനം കണ്ടത്, പിതാവെന്താണോ ലക്ഷ്യമാക്കിയത്, അതേ ലക്ഷ്യം തന്നെയാണ് മലങ്കര കത്തോലിക്ക സഭയും ബദനി സന്യാസിനി സമൂഹവും മലങ്കര സഭയിലെ ഓരോ രൂപതകളും പുലർത്തുന്നത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ധന്യനായ മാരിമനുഷ്യ പിതാവിന്റെ വിദ്യാഭ്യാസ ദർശനങ്ങളിൽ ആ ദർശനത്തിന് രൂപം കൊടുക്കുന്ന ദർശനമെന്നത് പിതാവിന് സമൂഹത്തോടുണ്ടായിരുന്ന കാഴ്ചപ്പാടും സാമൂഹികമായ ചരിത്ര പഠനത്തിൽ നിന്ന് അഭിമന്യ പിതാവ് രൂപപ്പെടുത്തി എഴുതിയ ദർശനങ്ങളുമാണ്. സാമൂഹികമായ കാഴ്ചപ്പാടാണ് പിതാവിന്റെ ഈ വിദ്യാഭ്യാസ ദർശനത്തിലേക്ക് പിതാവിനെ നയിക്കുക. കാരണം മാർഗ്ഗവനീസ് പിതാവിന്റെ പഠനങ്ങളിൽ ചരിത്ര പഠനം വളരെ ആധികാരികമായും അടിസ്ഥാനപരമായ ഒന്നുമാണ്. അപ്പോൾ ചരിത്ര പഠനത്തിൽ നിന്ന് സമൂഹത്തിന്റെ ജീവിത സ്ഥിതിയെ, ജീവിത നിലവാരത്തെ വളരെ കൃത്യമായി അഭിനന്ദനായ പിതാവ് മനസ്സിലാക്കി. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ജനിച്ച് ജീവിച്ച് സ്വാതന്ത്ര്യാനന്തര കാലത്തിലേക്ക് വളർന്ന ഒരു സമൂഹം എന്ന നിലയിൽ അന്നുണ്ടായിരുന്ന സമൂഹത്തിന്റെ ഉച്ചനീചത്വങ്ങളും സാമൂഹിക ക്രമത്തിലെ അസന്തുലിതാവസ്ഥയും ഇത് പരിഹരിക്കപ്പെടേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് എന്ന് അഭിമന്യ പിതാവ് വളരെ വ്യക്തമായി അറിയുകയും മനസ്സിലാക്കുകയും അതിനായി പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുകയും ചെയ്ത കാലഘട്ടമുണ്ട്. 1930-കൾക്ക് മുൻപ് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുന്നതിന് മുൻപ് തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും തുടർന്ന് പ്രൊഫസറായി സെറാംബർ കോളേജിലും ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയും മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമം സന്ദർശിച്ചും ജൂബിലി ലോഗോ പ്രകാശനവും നടത്തി. ജൂബിലി വർഷ കർമ്മ പദ്ധതികൾ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അനാച്ഛാദനം ചെയ്തു. ബദനി സന്യാസി സമൂഹം സുപ്പീരിയർ ജനറൽ മദർ ഡോക്ടർ ആർദ്ര അധ്യക്ഷത വഹിച്ചു. ഞാൻ ഏറെ അഭിമാനപൂരിതയാവുകയാണ്. 1951 ജൂൺ മാസം വരെ ഈ സ്കൂള് അറിയപ്പെട്ടിരുന്നത് കാട്ടിൽ സ്കൂൾ എന്നാണ്. കാട്ടിലുള്ള സ്കൂളെന്നല്ല, കാട്ടിൽ സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശ്രീ NP നായർ അദ്ദേഹത്തിൻ്റെ മാനേജ്മെന്റിലുള്ള ഒരു മിഡിൽ സ്കൂളായിരുന്നു. ഈ NP നായർ സാറ് സംസ്കൃത കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നതുകൊണ്ട് ഈ സ്കൂള് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയും ഉദ്ദേശിച്ചതുപോലെയും നടത്തുവാനുള്ള വൈഷമ്യം നേരിട്ടതുകൊണ്ട് ഈ സ്കൂള് വിൽക്കാനായിട്ട് ഉള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പലരും അതറിഞ്ഞു. ആ ഒരു കാലയളവിലാണ് 1951 ധന്യൻ മാറിവാനീസ് പിതാവ് ക്രാന്തദർശി പുണ്യശ്ലോകനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഉന്നതി ഏറെ കാംക്ഷിച്ചിരുന്ന വന്യപിതാവ് ഈ വിദ്യാലയത്തിലൂടെ ഈ പ്രദേശത്ത് മാത്രമല്ല ലോകത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, അന്ന് സ്ത്രീജനങ്ങൾക്ക് അടുക്കളയ്ക്കപ്പുറത്തേക്ക് ഒരു വാതിലുണ്ടായിരുന്നില്ല. അടുക്കളയിലും അതിൻ്റെ പരിസരങ്ങളിലും ആയിരുന്നുകൊണ്ട് അവിടെയൊക്കെയുള്ള ജോലികളും ശുശ്രൂഷകളും നിർവഹിക്കുക എന്നുള്ള പ്രധാനമായ ജോലിയായി. പക്ഷെ സമൂഹത്തെക്കുറിച്ച് ഏറെ ചിന്തയുള്ള, സമൂഹത്തിൻ്റെ ഉന്നതിയിലേറെ താല്പര്യമുള്ള ധന്യനായ മാറിവാനീസ് പിതാവ് വലിയൊരു ദീർഘദർശിയായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ദീപ്തി സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൌൺസിലർ കെ പുഷ്പദാസ്, MSc മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് ഫാദർ ഡാനിയൽ തെക്കടത്ത്, പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, PTA പ്രസിഡന്റ് മുഹമ്മദ് ഷാറൂഖ് സക്കാഫി, മുൻ PTA പ്രസിഡന്റ് ലിയാഖത്ത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ അലീന നന്ദി പറഞ്ഞു. സ്കൂൾ കൊയറിന്റെ ജൂബിലി സോങ്, അന്ന ബിജുവിന്റെ മ്യൂസിക്കൽ കോൺസർട്ട് എന്നിവ നടന്നു. CDNet ന്യൂസ്, കായംകുളം.